بسم الله والحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. 16-ാമത്തെ ആയത്ത് സൂറത്തു ഖാഫിലുള്ള. അപ്പോ ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തില് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുനരുജ്ജീവിപ്പിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറയുന്നത് അഫഅയീന ബിൽ ഖൽഖിൽ അവ്വൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ സൃഷ്ടിപ്പ് മനുഷ്യനെ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ ആദ്യത്തെ സൃഷ്ടിപ്പ് തുടക്കം കുറിച്ചത് അള്ളാഹു ആണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഒരിക്കൽ കൂടി ജീവിപ്പിക്കുക, പുനരുദ്ധാനം നടത്തുക എന്നത് എളുപ്പമാണ്, ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. ആ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ തുടർന്നുകൊണ്ട് പറയുന്നത് വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, അതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെയാണ്. വാവ് അർത്ഥത്തിന് വന്നതാണ്. ലാമ്, അത് യഥാർത്ഥത്തിൽ ലാമ് വന്നാൽ അത് തേക്കീദിനുള്ളതാണ്. ഖദ് എന്നുള്ളത് മാദയിൽ പ്രവേശിച്ചാൽ അത് തേക്കീത്, ഒന്നും കൂടെ തേക്കീത് ചെയ്യും. അപ്പൊ രണ്ട് തേക്കീതാണ്, എംഫസൈസ് ചെയ്യാണ്. തീർച്ചയായും ഉറപ്പായും നാം തന്നെയാണ് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ ഇതൊന്നും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഇതിനൊരു അർത്ഥം അല്ലെങ്കിൽ പരിഭാഷ പറയുമ്പോൾ വരുത്തി തീർക്കാൻ കഴിയുന്ന ആശയങ്ങളല്ല. പക്ഷെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ അതിലുണ്ട്, ആയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ലാമ് ഖാഫ് അത് രണ്ടും തേക്കീദിനുള്ളതാണ്. അപ്പൊ നാം തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അതൊന്നും കൂടെ ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വനഅലം, നാം അറിയുന്നു, മാ യാതൊന്ന്, തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ നഫ്സ്. അത് മനുഷ്യന്റെ നഫ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് മലയാളത്തിൽ പറയാവുന്ന ഒരു വാക്ക് മനസ്സ് എന്നാണ്. ശരിക്കും മനസ്സ് എന്നല്ല, അത് വേറൊരു വാക്കില്ലാത്തത് കൊണ്ട് നമ്മൾ മനസ്സ് എന്ന് പറയാണ്. അവന്റെ ആത്മാവ്, അതായിരിക്കും പിന്നെ കുറച്ചും കൂടി അതിനോട് അടുത്ത് നിൽക്കുന്ന പദം. അവന്റെ ആത്മാവ് നടത്തുന്ന വസുവാസുകൾ,
വസ്വാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനോഗതം എന്ന് പോലും പറയാൻ കഴിയില്ല. അതിനേക്കാളും സ്വകാര്യമായ ഒരാളുടെ ആത്മാവിൽ അയാൾക്കുണ്ടാകുന്ന ചെറിയ തോന്നലുകളാണ്. അതുവരെ നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നാം അവരോട് അടുത്തവനാണ്. മിൻ ഹബ്ലിൽ വരീദ്, ഹബല് എന്ന് പറഞ്ഞാൽ തന്നെ സംഗതിയായി. പിന്നെ ആ കാര്യത്തെ ഒന്നുകൂടെ വ്യക്തമാക്കാനാണ് ഹബല്. അത് ശരീരത്തിലൂടെ, ഹബല് എന്ന് പറഞ്ഞാൽ കയറ് എന്നാണ് വാക്കിന്റെ അർത്ഥം. പൊതുവില് ഹബല് എന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ. പക്ഷെ മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഹബല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിലെ എല്ലായിടങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന അവന്റെ നാഡിയാണ് ഹബല് കൊണ്ട് ഉദ്ദേശിക്കുക. നാഡി വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ പറയാലോ. അപ്പൊ ആ നാഡി അത് ഒന്നല്ല, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും വ്യാപിച്ചു കിടക്കുന്ന നാഡിയാണ്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹബലുൽ വരീദ്. വരീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വരീദാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അത് ഒന്ന് വലതു ഭാഗത്തു കൂടെ പോകും, ഒന്ന് ഇടതു ഭാഗത്തു കൂടെ പോകും. ആ നാഡിയാണ് അത്. അതിന്റെ ശാഖകൾ പിന്നെ പരന്നു പിടിച്ചിട്ടാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിന്നെ അത് പരന്നു കിടക്കുന്നത്. അപ്പൊ തലച്ചോറിൽ നിന്ന് ശരീരത്തിലേക്ക് പോകുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ നാഡിയിലൂടെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അവന്റെ ആ നാഡിയെക്കാളും ജീവനാഡി, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജീവനാഡി എന്ന് പറയാം, ആ ജീവനാഡിയെക്കാളും അവനോട് അടുത്തവനാണ് നാം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. അവന്റെ നഫ്സ് അല്ലെങ്കിൽ അവന്റെ ആത്മാവ് അല്ലെങ്കിൽ അവന്റെ മനസ്സ് അവനോട് വസ്വാസാക്കിക്കൊണ്ടിരിക്കുന്ന, അവന്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ചെറിയ തോന്നലുകൾ, അതുവരെ നാം അറിയുന്നു നാം അവനോട് ഏറ്റവും അടുത്തവനാണ്. മിൻ ഹബ്ലിൽ വരീദ്. അപ്പൊ ഒരു ഹബ്ലുൽ വരീദ് മനുഷ്യന്റെ ശരീരത്തിൽ എത്രത്തോളം അത് മനസ്സിന്റെ ഉള്ളിൽ, ആത്മാവിന്റെ ഉള്ളിൽ അതെത്തുന്നുവോ അതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ കാര്യങ്ങൾ അറിയുന്നവനാണ്, അതിൽ ഇടപെടാൻ കഴിയുന്നവനാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബാത്തിനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാണ് മറ്റേ ഹദീസിൽ പറയുന്നുണ്ടല്ലോ, പിന്നെ ആയത്തിൽ തന്നെ സൂറത്തുൽ ഹദീദിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ വഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, അള്ളാഹു അവ്വലാണ് എന്ന് വെച്ചാൽ തുടക്കമില്ലാത്തവനാണ്. അവൻ അനാദിയായിട്ടുള്ളവനാണ്. അവന് ആദ്യം എന്ന് പറയാവുന്ന, തുടക്കം എന്ന് പറയാവുന്ന ഒരവസ്ഥ അല്ല. ഒരു സംഗതി തുടങ്ങി എന്ന് പറയണമെങ്കിൽ ഇല്ലാത്തൊരവസ്ഥക്ക് ശേഷം പിന്നീട് അത് ഉണ്ടാകുമ്പോഴാണ് തുടങ്ങി എന്ന് പറയണത്. അങ്ങനെ ഒരു തുടക്കം പറയാനില്ലാത്തവനാണ്, അവരാദ്യമില്ലാത്തവനാണ്. അപ്പൊ നമ്മൾ പറയും അനാദിയായിട്ടുള്ളവനാണ്. അള്ളാഹ് അവ്വലാണ്, അതേപോലെ ആഖിർ. അള്ളാഹുവിന് ഒടുക്കം, അന്ത്യം എന്ന് പറയാനൊന്നില്ല. അതുകൊണ്ട് അള്ളാഹു അനന്തനാണ്. അള്ളാഹു ലാഹിറാണ്. വഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിർ. അള്ളാഹ് ലാഹിറാണ്. ലാഹിർ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളുടെയും ഉപരിയിലാണ്. അള്ളാഹ് സൃഷ്ടികളിൽ ഇടകലർന്നു നിൽക്കുന്നവനല്ല. മുഴുവൻ സൃഷ്ടികളും കഴിഞ്ഞാൽ അതിന്റെ മീതെയാണ്. സൃഷ്ടികളിൽ അവസാനത്തേതാണ് അർശ്. ആ അർശിന്റെയും ഉപരിയിലാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹു ലാഹിറാണ്. അത് ലാഹിറാണ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങൾ അതിന്റെ കൂടെ വന്നു ചേരും. മുഴുവൻ സൃഷ്ടികൾക്കും മീതെ ഉള്ള അവന്റെ കഴിവും അവന്റെ ഖുദ്റത്ത്, അവന്റെ ഇൽമ്, അതൊക്കെ അതിൽ വന്നു ചേരും. അത് വേറെ കാര്യങ്ങളുണ്ട്, അത് മഅനവിയായ ആശയങ്ങളാണ്. അതേ സന്ദർഭത്തിൽ വഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു, അവൻ ബാത്തിനാണ്. ബാത്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ അവൻ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടികളിൽ ആരുടെയും ഉള്ളിന്റെ ഉള്ള് ആ സൃഷ്ടിക്കറിയുന്നതിനേക്കാൾ അള്ളാഹ്ക്കറിയാം. ആ സൃഷ്ടിക്ക് അതിന്മേലുള്ളതിനേക്കാൾ കൂടുതൽ അള്ളാഹ്ക്ക് കഴിവും ഖുദ്റത്തിന്റെ ഇൽമുണ്ട്. അള്ളാന്റെ ഇൽമ്, അള്ളാന്റെ ഖുദ്റത്ത്, അവന്റെ സുൽത്താന് അത്രയും ഉള്ളിലാണ്. അതാണ് ബാത്തിൻ എന്ന് പറഞ്ഞാൽ. ശരിക്കത് ആ ബാത്തിൻ എന്നും പറയുന്ന കാര്യം കൃത്യമായി വേറൊരു ഭാഷയിൽ അതിനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ടാണ് രാത്രിയിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ദുആയില് ഈ ലഫ്ള് ഹദീസിൽ വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ വഅൻതൽ ളാഹിർ ഫലൈസ ഫൗഖക ശൈ വഅൻതൽ ബാത്തിൻ ഫലൈസ ദൂനക ശൈ. നിന്നെക്കാൾ ഒരു സൃഷ്ടിയുടെ ഉള്ളിൽ ഖുദ്റത്ത് കൊണ്ടും ഇൽമു കൊണ്ടും കഴിവ് കൊണ്ടും അറിവ് കൊണ്ടും ഉള്ളിലെത്തുന്ന ഒരുത്തം വേറല്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ള് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് ഏത് തരം വേവ്സ് ആണെങ്കിലും അതെല്ലാം പോകുന്ന നാഡി, ആ നാഡിയേക്കാളും അടുത്തവനാണ്. അപ്പൊ അതിന്റെ അപ്പുറം പിന്നെ എന്ത് അടുപ്പാണ് പിന്നെ പറയാനുള്ളത്? അതാണ് വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഈ ആയത്ത് മുറാഖബത്തുള്ള, ഇതിന്റെ സെമ്രത്ത് എന്തായിരിക്കും? അള്ളാഹ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹാണ് നമ്മളെ സൃഷ്ടിച്ചത്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ. അതുകൊണ്ട് തന്നെ നാം എന്ന് പറയുന്ന ഈ സൃഷ്ടി, മനുഷ്യൻ എന്ന് പറയുന്ന ഈ അസ്തിത്വം, അവന്റെ ശരീരമാവട്ടെ, മനസ്സാവട്ടെ, ആത്മാവാകട്ടെ, അവന്റെ അസ്തിത്വത്തിന്റെ ഏത് തലമാകട്ടെ, അതിനെ ക്രമീകരിച്ചത്, അതിനെ സൃഷ്ടിച്ചത്, ക്രമീകരിച്ചത് ഒക്കെ അള്ളാണ്. അതിന്റെ കഴിവെന്താണ്, കഴിവുകേട് എന്താണ്, അതിന്റെ സാധ്യത എന്താണ്, അതിന്റെ ബാധ്യത എന്താണ്, അതെല്ലാം സൃഷ്ടിച്ച് ക്രമപ്പെടുത്തിയവൻ അള്ളാണ്. അതുകൊണ്ട് വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ ഉള്ളിലുണ്ടാകുന്ന ഏതൊരു വിചാരങ്ങളും ഏതൊരു ചിന്തകളും ഏതൊരു ഉദ്ദീപനങ്ങളും നാം കൃത്യമായി അറിയുന്നു. അവൻ കരുതുന്നുണ്ടാകും അവന്റെ ഉള്ളിൽ അവനാണ് അറിയുക. അല്ല, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വനഹ്നു അഖ്റബു ഇലൈഹി, നാം അവനോട് അടുത്തവനാണ് ഹബ്ലുൽ വരീദിനേക്കാൾ. അവന് അടുപ്പം എന്ന് പറയാൻ, അവന്റെ ഉള്ള് എന്ന് പറയാൻ അവന് ബോധ്യപ്പെടുന്നത് ഹബ്ലുൽ വരീദാണല്ലോ, വരീദല്ലേ. ആ വരീദ് എത്ര കണ്ട് ഉള്ളിലാണോ അതിനേക്കാൾ ഉള്ളിലുള്ളവനാണ്, അതിനേക്കാൾ ഉള്ളായവനാണ്, ഉള്ളറിയുന്നവനാണ്. ഇൽമൻ വ ഖുദ്റത്തൻ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ സൃഷ്ടികളിലും ഇങ്ങനെ പരന്ന് വ്യാപിച്ചു കിടക്കുന്നു എന്ന് വിചാരിക്കണ്ട. മറിച്ച് അത് ഇൽമൻ വ ഖുദ്റത്തൻ, അള്ളാഹു നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ, എന്റെ റബ്ബ് എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. അത് ഇൽമൻ വ ഖുദ്റത്തൻ, അള്ളാന്റെ ഇൽമു കൊണ്ടാണ്, ഖുദ്റത്ത് കൊണ്ടാണ്, സുൽത്താൻ കൊണ്ടാണ്, അവന്റെ അധികാരം കൊണ്ടാണ്, അവന്റെ നിയന്ത്രണം കൊണ്ടാണ്, അവന്റെ ശക്തി കൊണ്ടാണ്, അവന്റെ അറിവ് കൊണ്ടാണ്. അല്ലാതെ അള്ളാഹു ദാത്തിയായിട്ട് അവന്റെ ദാത്ത് കൊണ്ട് എല്ലാറ്റിന്റെയും ഇടയിൽ അല്ല. അത് ദാത്തിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ സൃഷ്ടികൾക്കും മീതെയാണ്. ബാഇനുൻ അൻ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിൽ നിന്ന് തീർത്തും ഭിന്നമായി, സൃഷ്ടികളുമായി ഒരു തരത്തിലും കൂടിക്കലരാതെ മുഴുവൻ സൃഷ്ടികൾക്കും മീതെയാണ്. ആ അത്രയും ഉന്നതനായി നിൽക്കെ തന്നെ, അർശിന്റെയും ഉപരിയിലായിരിക്കെ തന്നെ, ഓരോ സൃഷ്ടിയുടെയും കാര്യത്തിൽ അവന്റെ ഉള്ളിൽ അവനേക്കാൾ അവന്റെ ഉള്ളായി ആ കാര്യം സുൽത്താൻ കൊണ്ട്, ഖുദ്റത്ത് കൊണ്ട്, ഇൽമു കൊണ്ട്, എല്ലാം കൊണ്ടും അള്ളാഹു ഉള്ളായി അറിയുന്നവനാണ്, ഉള്ളായ കഴിവുള്ളവനാണ്, ഉള്ളായി നിയന്ത്രിക്കുന്നവനാണ്, ഉള്ളായ അധികാരമുള്ളവനാണ്. അപ്പൊ ഈ തരം ആയത്തുകളും ഹദീസുകളുമാണ് ഇതിന്റെ വിശദീകരണത്തിൽ വരിക. ഒന്ന് ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ എന്ന് പറയുന്ന ആയത്ത്.
മറ്റൊന്ന് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹദീസുകൾ. അതിൽ പ്രധാനപ്പെട്ടത് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അളീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇ ഫാലിഖൽ ഹബ്ബി വന്നവ മുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ആ ദുആയിൽ അതിൽ പറയുന്നു അല്ലാഹുമ്മ അൻതൽ അവ്വൽ. അതിന്റെ അർത്ഥം അത് വിശദീകരിക്കുകയാണ്. ഫലൈസ ഖബ്ലക ഷൈ, നീയാണ് അവ്വൽ. ലൈസ ഖബ്ലക ഷൈ, നിനക്ക് മുമ്പ് എന്ന് പറയാനൊന്നുമില്ല. അൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈ, നീയാണ് ആഖിർ എന്ന് വെച്ചാൽ നിനക്ക് ശേഷം എന്ന് പറയാൻ ഒന്നില്ല. അള്ളാഹ്ക്ക് ശേഷമല്ല, അന്ത്യമില്ലാത്തവനാണ്. അൻതൽ ളാഹിറു ഫലൈസ ഫൗഖക ഷൈ, നീ ളാഹിറാണ്, നിനക്ക് മീതെ എന്ന് പറയാൻ ഒന്നില്ല. കാരണം അള്ളാഹ് എല്ലാത്തിനും മീതെയാണ്. വൻതൽ ബാത്തിൻ, നീ ബാത്തിനാന്ന് പറഞ്ഞാൽ നിന്നെക്കാളും ഉള്ള്. നമുക്ക് ഒരു അതത് സൃഷ്ടികൾക്ക് അവരുടെ ഉള്ള് എന്ന് പറഞ്ഞാൽ അവരുടെ ഹബലുൽ വരീദാണ്. അതിനേക്കാൾ ഉള്ള് നമുക്കറിയില്ല, പക്ഷെ അതിനേക്കാൾ ഉള്ളായവനാണ്. അഖ്റബുയിലെ ഹബലുൽ വരീദോളം എന്നല്ല, അതിനേക്കാൾ അഖ്റബ് എന്നാണ്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളുമായിട്ടുള്ള അവന്റെ ആ സൃഷ്ടികളുടെ മേലുള്ള അവന്റെ അധികാരം അത് തുടങ്ങുന്നത് ഖൽഖ് മുതൽ തുടങ്ങുന്നു. എന്നിട്ട് എത്രത്തോളം അവരുടെ കാര്യങ്ങളിൽ അവൻ ഇടപെടുന്നു. യഅലമു മാ തുവസ്വിസു ഫീഹി നഫ്സ്, അവന്റെ ആ അടുപ്പം, അവന്റെ ആ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലുള്ള അവന്റെ അധികാരം, ഉള്ളിലുള്ള അവന്റെ അറിവ്, ഉള്ളിലുള്ള അവന്റെ ശക്തി അഖ്റബു മിൻ ഹബ്ലിൽ വരീദ്, അഖ്റബു മിൻ ഹബ്ലിൽ വരീദ്. ഇത് ഇത്രയും കൃത്യമായിട്ട് വേറെ എവിടെ പറയും, എങ്ങനെ പറയും? അത് ഖുർആനിൽ അള്ളാന്റെ കലാമ ആയതുകൊണ്ടാണ് ആ പൂർണ്ണത. അല്ലെങ്കിൽ വേറൊരാൾക്കും അത് പറയാൻ കഴിയില്ല. ഇനി അതിന്റെ തഫ്സീർ യുഖ്ബിറു, അള്ളാഹു ഖബർ നൽകുന്നു, വൃത്താന്തം അറിയിക്കുന്നു. യുഖ്ബിറു, ആരാണ് യുഖ്ബിറു? അള്ളാഹു. ആ അള്ളാഹ് എന്നുള്ള ഫാഇല് അതിവിടെ മഹ്ദൂഫാണ്. ആ മഹ്ദൂഫായ ഫാഇലിലേക്ക് ഇശാറത്ത് നൽകുന്നതാണ് തആല, അള്ളാഹ്ക്കുള്ള ദിക്ർ. അപ്പൊ യുഖ്ബിറു അള്ളാഹു തആല എന്നാണ്. പിന്നെ അള്ളാഹ് എന്നുള്ളതാണ് ഹദ്ഫീൽ. കാരണം അത്രയും ഒരു കാര്യം അത്രയും എവിഡന്റ് ആണ്, വ്യക്തമാണെങ്കിൽ പിന്നെ അത് ആ വാക്കിന്റെ ആവശ്യമില്ലല്ലോ. ആ വാക്ക് പറയാതെ തന്നെ ആ കാര്യം വ്യക്തമാണെങ്കിൽ ആ വാക്ക് പറയാന്നുള്ളതാണ് ഭാഷയിലെ ഏറ്റവും നല്ല ശൈലി. അപ്പൊ യുഖ്ബിറുല്ലാഹു തആല എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ തുടർച്ചയായി പറഞ്ഞു വരുന്നത് കൊണ്ടും സിയാഖിൽ നിന്ന് അത് മഫ്ഹൂമായതുകൊണ്ടും എന്ത് ചെയ്തു, അതിനെ ഹദ്ഫ് ചെയ്തു. തആല എന്നുള്ളത് അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹിനെ നമ്മൾ പ്രകീർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അള്ളാഹ് അവൻ ഉന്നതനാണ്. അവന്റെ ഉലൂവ് ഐ ദാത്തൻ വ സിഫത്തൻ വ മഅനൻ, എല്ലാ അർത്ഥത്തിലും ഉന്നതനായ അള്ളാഹു പറയുന്നു. എന്താണ് യുഖ്ബിറു? അന്നഹു അൽ മുതഫർരിദ്, അവൻ ഏകനാണ്, അവൻ ഏകനായിട്ടുള്ളവനാണ്. ഫർദ്, ഫർദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഒരുത്തനാണ് ഫർദ് എന്ന് പറയാം. ഫർദ് ഒരു ഫർദ് വ്യക്തി, ഒറ്റ വ്യക്തിക്കാണ് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനായിട്ടുള്ളവനാണ്. ഏത് കാര്യത്തിലാണ് അവന്റെ ഏകത്വം? എല്ലാ കാര്യത്തിലുമാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം ഇശാറത്ത് ചെയ്യുന്നത്, പ്രത്യേക സ്പെഷ്യൽ റെഫറൻസ് കൊടുക്കുന്നത് ബിഖൽഖ് ജിൻസിൽ ഇൻസാൻ, ഖൽഖിന്റെ കാര്യം. ആരുടെ ഖൽഖിന്റെ കാര്യം? ജിൻസ് വർഗത്തിന്റെ. ഏത് വർഗത്തിന്റെ? ഇൻസാൻ എന്ന വർഗത്തിന്റെ, മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ മുത്തഫർരിദായവനാണ്. അപ്പൊ ആ വാചകം ഇനി നിങ്ങൾക്ക് തന്നെ കിട്ടും. യുഖ്ബിർ, മൻ യുഖ്ബിർ? അല്ലാഹ് തആല. അത് അള്ളാഹിനെ കുറിച്ച് നമ്മൾ പ്രകീർത്തിക്കുന്ന സന ആണ്. യുഖ്ബിറുല്ലാഹു തആല. എന്താണ് അള്ളാഹ് പറയുന്നത്? അന്നഹുൽ മുതഫർരിദ്, അവനാണ് മുതഫർരിദ്, അവൻ ഏകനായിട്ടുള്ളവനാണ്. ഏത് കാര്യത്തിലാണ് അവന്റെ ഏകത്വം? എല്ലാറ്റിലും അവന്റെ ഏകത്വമുണ്ട്. പക്ഷെ ഇവിടെ ബിഇശാറത്തിൻ ഖാസ്സത്തിൻ സ്പെഷ്യൽ റെഫറൻസ് കൊടുക്കുന്നത് ഖൽഖി ജിൻസിൽ ഇൻസാൻ, മനുഷ്യവർഗത്തിനെ സൃഷ്ടിച്ചതിൽ വേറെ ആരുമില്ല. ഇനി മനുഷ്യവർഗത്തിന്റെ കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞു എന്നുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ സൃഷ്ടികളുടെയും കാര്യത്തിലും അള്ളാഹുവാണ് അൽ മുതഫർരിദ് ബിഖൽഖി ജമീഇൽ മഖ്ലൂഖാത്ത്. എന്നിട്ട് അത് പക്ഷെ ഇവിടെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അത് പ്രത്യേകം എടുത്തു പറയും. ആ ഇതിലാണ്
ആ സന്ദർഭത്തിന്റെ ഒരു കാര്യത്തിന് പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നത്. ആ നിലക്കാണ് ജിൻസുൽ ഇൻസാൻ മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിപ്പ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. വലഖദ് ഖലഖനൽ ഇൻസാൻ. എന്നിട്ട് ജിൻസുൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ബി ഖൽഖ് ജിൻസിൽ ഇൻസാൻ, ഇൻസാൻ എന്ന് പറഞ്ഞിട്ട് അതിന് വീണ്ടും അതിനെ ബയാൻ ചെയ്തു, ബദൽ കൊണ്ടുവന്നിട്ട് ബയാൻ ചെയ്തു, ബദലുകൊണ്ട് ബയാൻ ചെയ്തു. ദുകൂരിഹിം വ ഇനാദിഹിം, അവരിലെ ആണിനെയും പെണ്ണിനെയും. അപ്പോ വഅന്നഹു യഅലമു വഅന്നഹു തആല, നിശ്ചയമായും അവൻ. ഹു എന്നുള്ള ളമീർ യഊദു ഇലാ ലഫ്ളി അൽ ജലാല, അല്ലാഹ് എന്നുള്ള അതിലേക്കാണ് മടങ്ങുന്നത്. അവൻ അഥവാ അല്ലാഹു. യഅലമു അഹ്വാലഹു, യഅലമു അഹ്വാലൽ ഇൻസാൻ. ഹു എന്ന് പറയുന്ന ലമീർ മടങ്ങുന്നത് അഹ്വാലഹു, ആ ലമീർ മടങ്ങുന്നത് ഇൻസാനിലേക്ക്. മനുഷ്യന്റെ ഹാല്, അഹ്വാല്, സ്ഥിതി അള്ളാഹ്ക്ക് അറിയാം. അതുപോലെ അള്ളാഹ്ക്ക് അറിയാവുന്ന കാര്യം വമാ, യാതൊന്നും അള്ളാഹ്ക്ക് അറിയാം. യുസിറുഹു, അവൻ സ്വകാര്യമാക്കി വെക്കുന്നത്. അസറ യുസിറു എന്നാണ് അതിന്റെ ക്രിയ വരിക. അസറ യുസിറു എന്ന് പറഞ്ഞാൽ ഇസ്റാർ, ഇഅ്ലാൻ എന്നതിന്റെ നേരെ എതിരാണ് ഇസ്റാർ. സ്വകാര്യാക്കി വെക്കുക. സിറ് രഹസ്യം, അസറ സ്വകാര്യമാക്കി വെച്ചു. മാ യുസിറുഹു, അവൻ സ്വകാര്യമാക്കി വെക്കുന്നത്. യസുറു എന്നാക്കുമ്പോ വാഗ അർത്ഥം മാറും, സന്തോഷിപ്പിക്കുന്നത് എന്നാവും കേട്ടോ. അതുകൊണ്ട് യസുറുഹു എന്ന് പറയരുത്, അത് സുറൂറിലേക്ക് വേറെ പോകും. വമാ യുസിറുഹു, വമാ യുസിറു, വമാ യാതൊരു കാര്യം. യുസിറു, മനുഷ്യൻ സ്വകാര്യമാക്കി വെക്കുന്നുണ്ട് ഹു, അതിനെ. ആ ഹു എന്നുള്ള ദമീർ മടങ്ങുന്നത് മായിലേക്ക് തന്നെയാണ്, അത് ശ്രദ്ധിക്കുക. മാ ഒന്നിനെ, യുസിറു അവൻ സ്വകാര്യമാക്കി വെക്കുന്നു. അവിടെ യുസിറുവിന്റെ ഫാഇൽ ദമീർ മുസ്തതിർ തഖ്ദീറുഹു ഹുവ യഊദു ഇലൽ ഇൻസാൻ. ഹു എന്നുള്ളത് അത് മഫ്ഊൽ ബിഹി ആണ്. അത് ഏതിലേക്ക് മടങ്ങുന്നു? മാ എന്ന് പറയുന്ന ഇസ്മുൽ മൗസൂലയിലേക്ക് മടങ്ങുന്നു. യാതൊന്ന് യുസിറു, ആ മനുഷ്യൻ സ്വകാര്യമാക്കി വെക്കുന്നു ഹു, ആ കാര്യത്തെ, ആ യാതൊന്നിനെ. അവൻ സ്വകാര്യമാക്കി വെക്കുന്ന കാര്യം ഏതാണോ അത് അള്ളാഹ്ക്കറിയാം. പിന്നെ വയുവസ്വിസു ഫീ സ്വദരിഹി, വയുവസ്വിസു ഫീ സ്വദരിഹി, അവന്റെ സ്വദറിൽ. സ്വദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നെഞ്ച് എന്നാണ്. നെഞ്ച് എന്ന് പറയുമ്പോൾ നെഞ്ചിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൽബാണ്. ഇവിടെ കൽബ് എന്നതിനേക്കാൾ ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് നഫ്സാണ്. അതൊക്കെ തമ്മിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തഖ്രീബിന് വേണ്ടിയിട്ട് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നല്ലാണ്ട് അതതിന്റെ കൃത്യമല്ല. കൃത്യമാകണമെങ്കിൽ നഫ്സ് തന്നെ വേണം. നഫ്സും പിന്നെ കൽബും ഒന്നല്ല, കൽബും സ്വദറും ഒന്നല്ല. സ്വദർ എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഈ ടച്ച് ചെയ്ത് നോക്കിയാൽ കാണുന്ന ഈ ഭാഗമാണ് സ്വദർ, നെഞ്ച് എന്നാണ് അതിന് പറയാം. തഅമൽ ഖുലൂബ് അല്ലത്തി ഫി സുദൂർ, അവർക്ക് അന്ധത ബാധിച്ചിരിക്കുന്നത് ഹൃദയങ്ങൾക്കാണ്. അല്ലത്തി ഫി സുദൂർ, അവരുടെ നെഞ്ചിനകത്തുള്ള. അത് ആ നെഞ്ചും നെഞ്ചിനകത്തുള്ള ഹൃദയവും പിന്നെ ആ ഹൃദയത്തിനും അപ്പുറമുള്ള മറ്റൊന്നാണ് നഫ്സ്. ആ നഫ്സിലുണ്ടാകുന്ന വസ്വാസുകളാണ്. പക്ഷെ ആ സൂക്ഷ്മ തലത്തിലേക്ക് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ തഫ്സീർ കുറെ നീണ്ടുപോകുന്നുള്ളത് കൊണ്ട് മഅന തഖ്രീബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്ത്, അതുകൊണ്ടാണ് നമ്മൾ പറയണത് അറബിയിൽ മുത്തറാദിഫ് എന്ന് പറയുന്ന ഒരു സംഭവമല്ല. ഒരു വാക്കിന് 100% അതേ ആയിട്ടുള്ള അതേ അർത്ഥം കൊടുക്കുന്ന വേറൊരു വാക്കില്ല, ഈക്വലന്റ് ഇല്ല. അതിന്റെ അടുത്ത് വന്ന് നിൽക്കുള്ളൂ, ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്വദരിഹി എന്ന് പറഞ്ഞു. പക്ഷെ സ്വദറല്ല കൽബ് എന്ന് നമുക്കറിയാം. കൽബു അല്ല നഫ്സ്. അള്ളാഹ് പറഞ്ഞത് നഫ്സാണ്. പക്ഷെ ആ മഅനയിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞെന്ന് പോവുകയാണ്. വയുവസ്വിസു ഫീ സ്വദരിഹി, അവന്റെ സ്വദറിലാണല്ലോ അവന്റെ നഫ്സ് പിന്നെ കൽബുള്ളത്. ആ കൽബുമായി ബന്ധപ്പെട്ട് അതിനും അപ്പുറമുള്ള ഒരു സംഗതിയാണല്ലോ നഫ്സ് ഉള്ളത്. അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി അതാണ് തഖ്രീബുൽ മആനി, അത്രേ സാധിക്കുള്ളൂ. അപ്പൊ അത് അള്ളാഹു അറിയുന്നു. അപ്പൊ അള്ളാഹ് അറിയുന്നത് അഹ്വാലഹു വമാ യുസിറുഹു വയുവസ്വിസു ബിഹി നഫ്സുഹു, ഇത് അള്ളാഹ്ക്ക് അറിയാം. വഅന്നഹു അഖറബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്. വഅന്നഹു ഹു എന്നത് അള്ളാഹ്, നിശ്ചയമായും അള്ളാഹു അവനാണ് അഖറബ്, ഏറ്റവും അടുത്തവൻ.
ഇലൈഹി, അവനിലേക്ക്, ആ മനുഷ്യനിലേക്ക്, ആ സൃഷ്ടിയിലേക്ക് ഏറ്റവും അടുത്തത് അള്ളാണ്. ഏതിനേക്കാളും നിങ്ങൾ കരുതുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സൃഷ്ടിയോട് ഏറ്റവും ഉള്ളിന്റെ ഉള്ളിൽ അവന്റെ കാര്യങ്ങൾ നടക്കുന്നത്, തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു കാര്യം, ആ ഇമ്പൾസസ്, അത് ചിലപ്പോൾ നമ്മൾ ഇലക്ട്രിക് വേവ്സ് എന്ന് പറയും, അല്ലെങ്കിൽ വേറെ വേവ്സ് എന്ന് പറയും. ആ ഇമ്പൾസസ് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് അതിനെ എത്തിക്കുന്നതാണ് ഈ ഹബലുൽ വരീദ്. ആ ഹബലുൽ വരീദിനേക്കാളും ഉള്ളായ ഒരു സംഗതി വേറെ മനുഷ്യനറിയില്ല. അവന്റെ സൃഷ്ടി, അവന്റെ അസ്തിത്വത്തിലുള്ളതായി, സൃഷ്ടിപ്പിലുള്ളതായി. ആ ഹബലുൽ വരീദിനേക്കാളും, ആ ഹബലുൽ വരീദോളം എന്നല്ല, ആ ഹബലുൽ വരീദിനേക്കാളും അവനോട് അഖ്റബ്, അടുത്തവനാണ്. അപ്പൊ അവന്റെ ഉള്ളറിയുന്നവനാണ്. ആ അറിവ് മാത്രമല്ല, കുദറത്തുള്ളവനാണ്, അതിനുമേൽ സുൽത്താനുള്ളവനാണ്, അതിനെല്ലാം അങ്ങനെ ഉണ്ടാക്കി വെച്ചവനാണ്. വന്നഹു അഖ്റബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്. ഈ ഹബലുൽ വരീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബലുൽ വരീദ് എന്ന് പറഞ്ഞാൽ അല്ലതി, അത് യാതൊന്നാണ്. അല്ലതി ഇസ്മുൽ മൗസൂം. ഹുവ, അത് അഖ്റബു ഷൈ, ഏറ്റവും അടുത്തത്. അഖ്റബുൽ അഷ്യ, വസ്തുക്കളിൽ, വസ്തുതകളിൽ ഏറ്റവും അടുത്തത് അതാണ്. ആരോട്? ഇലൽ ഇൻസാൻ, ഒരു മനുഷ്യനോട്. ഒരു മനുഷ്യനെടുത്താൽ ആ മനുഷ്യനോട് ഏറ്റവും അടുത്തത് ഏതാണ്? മനുഷ്യൻ അറിയുന്നത് അവനോട് ഏറ്റവും അടുത്തത്, അവന്റെ ഏറ്റവും ഉള്ളായത് എന്തെന്ന് ചോദിച്ചാൽ ഹബലുൽ വരീദ്, അവന്റെ ഹബലാണ്, അവന്റെ വരീദാണ്, ഹബലുൽ വരീദാണ്. ഏതാണ് ഹബലുൽ വരീദ്? സാധാരണ അറബികൾ ഹബലുൽ വരീദ്, ഹബൽ എന്ന് പറഞ്ഞാലോ, ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ ഹബൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോസ്റ്റ് സ്പെസിഫിക്കലി, വളരെ സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ അൽ വരീദ്, ഹബലുൽ വരീദ് എന്ന് പറഞ്ഞാൽ വഹുവ, അത് അൽ ഇർഖ്, അതൊരു നരമ്പാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നാഡിയാണ്. അൽ മുക്തനിഫു, ഇക്തനഫ് പറഞ്ഞാൽ കനഫിൽ വരുന്ന, സൈഡിൽ വരുന്ന. കനഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് എന്നാണ്, ഭാഗം എന്നർത്ഥത്തിലുള്ള. മനുഷ്യന് രണ്ട് ഭാഗം, ഒന്ന് യമീൻ, മറ്റൊന്ന് ഷിമാൽ. അപ്പൊ അവന്റെ രണ്ട് ഭാഗങ്ങളിലുമായി വരുന്നതാണ് മുക്തനിഫ്, കനഫിലുള്ള, സൈഡിൽ, ഭാഗത്ത് വരുന്നതാണ്. ഏത് ഭാഗത്ത്? ലിസഹറത്തിൻ നഹർ, നഹറിന്റെ സഹറത്ത്. നെഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയക്കാണ് നെഹർ എന്ന് പറയാം. നമ്മൾ മൗദുഉൽ ഖിലാദ, അതാണ് നെഹർ. ഒരു സ്ത്രീ മാല കെട്ടിയാൽ, വലിയ മാലയല്ല, ഇപ്പൊ ഉണ്ടാകുന്ന ചെറിയ മാലല്ല, അങ്ങനെ മാല കെട്ടിയാൽ ആ മാല കിടക്കുന്ന സ്ഥലം, അതാണ് നെഹർ. അതിന്റെ സഹറത്താണ്. ഇവിടെ ഒരു കുഴിയുണ്ട്, തൊട്ട് വെക്കിയാൽ അറിയും, എല്ലാവർക്കും ഉണ്ടാവും, ഇവിടെ ഒരു കുഴി ഉണ്ടാവും. അതിന്റെ കനഫിലൂടെ, അതിന് രണ്ട് ഭാഗമാണ്, ഒന്ന് യമീൻ, മറ്റൊന്ന് ഷിമാൽ. അതിന്റെ വലതും ഇടതും ഭാഗത്തു കൂടെ പോകുന്ന ഇർക്കാണ്, ആ ഒരു നാഡിയാണ് യഥാർത്ഥത്തിൽ എന്ത്? ഹബലുൽ വരീദ് എന്ന് പറയുന്നത്. ഹബലുൽ വരീദ് രണ്ടെണ്ണമാണ്. കനഫിലൂടെ പോകും, അത് വലതു ഭാഗത്തുകൂടെ പോകും, ഇടതു ഭാഗത്തുകൂടെ പോകും. അപ്പൊ മനുഷ്യന്റെ സഹറത്തു നെഹറിന്റെ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നാഡിയാണ് യഥാർത്ഥത്തിൽ ഹബലുൽ വരീദ് എന്ന് പറയുന്നത്. അത് എന്താണ് ഈ പറയുന്ന ഹബല് അല്ലെങ്കിൽ അൽ വരീദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അതിന് ഓരോ അറബിയിൽ അത് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ്. അപ്പൊ പറഞ്ഞു അല്ലാഹ് അഖ്റബു ഷൈഇൻ ഇലൽ ഇൻസാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്റബുൽ അഷ്യാഇ ഇലൽ ഇൻസാൻ. ഏതിനേക്കാൾ? മിൻ അഖ്റബു ഷൈഇൻ ഇലൽ ഇൻസാൻ മിൻ ഹബലുൽ വരീദ്, ഹബലുൽ വരീദിനേക്കാളാണ്. അപ്പൊ ആ ഹബലുൽ വരീദ് ഏതാന്ന് ചോദിച്ചാൽ വഹുവ അൽ ഇർഖ്, ആ ഇർഖിനാണ് അല്ലെങ്കിൽ നാഡിക്കാണ് പറയുന്നത്. ആ നാഡി എന്ന് പറഞ്ഞാൽ മുക്തനിഫാണ്, കനഫിൽ വരുന്നതാണ്, സൈഡിലൂടെ പോകുന്നതാണ്. ഏതിന്റെ സൈഡിലൂടെ? ലിസഹറത്തിൻ നഹർ, നഹറിൽ കാണുന്ന ഈ സഹറത്തിന്റെ സൈഡിലൂടെ പോകുന്നതാണ്. വഹാദാ മിമ്മാ യദ്ഉൽ ഇൻസാൻ ലിമുറാഖബത്തി ഖാലിഖിഹി. വഹാദാ, ഈ പറഞ്ഞ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്റബുൽ അഷ്യാഇ ഇലൽ ഇൻസാൻ, അഖ്റബു ഷൈഇൻ ഇലൽ ഇൻസാൻ മിൻ ഹബലിൽ വരീദ് വഹുവ അൽ ഇർഖ് അൽ മുക്തനിഫ് ലിസഹറത്തിൻ നഹർ. സഹറത്തുൻ നഹറിൽ കനഫിൽ വരുന്ന ഹബലിനേക്കാൾ അഥവാ വരീദിനേക്കാൾ അഖ്റബു ഇലൈഹി എന്ന് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ ഹാദ, അത് മിമ്മാ യദ്ഉൽ ഇൻസാൻ, ഒരു മനുഷ്യനെ വിളിക്കുന്ന,
ക്ഷണിക്കുന്ന പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്തിനു വിളിക്കുന്ന, ഏതിലേക്ക് വിളിക്കുന്ന, ഏതിന് പ്രേരിപ്പിക്കുന്ന? ഇലാ മുറാഖബത്തി ഖാലിഖിഹി, തന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ ശരിക്കു സൂക്ഷിച്ചു കൊള്ളണം. റാഖബ യുറാഖിബു, റാഖബ എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. ശരിക്ക് അള്ളാഹിനെ നമ്മൾ മനസ്സിൽ വെച്ചോളണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു റഖീബാണ്, എല്ലാം നിരീക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അനങ്ങിയാൽ അവനെ നമ്മൾ മുറാഖബത്ത് നടത്തണം. അള്ളാഹിനെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചോളണം. അള്ളാഹിനെ നമ്മൾ നിരീക്ഷിച്ചോളണം. അവനെല്ലാം കാണുന്നു, അവനെല്ലാം അറിയുന്നു, അവനെല്ലാറ്റിനും സാധിക്കുന്നവനാണ്, അവൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മുറാഖബത്തുല്ലാഹ്. അപ്പൊ മുറാഖബത്തുല്ലാഹ് എന്ന കാര്യത്തിന് മനുഷ്യനെ ക്ഷണിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ആശയം. ഏതാശയം? അള്ളാഹു ഹുവല്ലദീ ഖലഖൽ ഇൻസാൻ വഹുവ അഖറബു ശൈഇൻ ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അള്ളാഹുണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും അള്ളാഹ് അവനോട് ഏറ്റവും അടുത്തവനാണെന്നും അവന്റെ അടുപ്പം അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ഹബ്ലുൽ വരീദിനേക്കാളും അടുത്തവനുമാണ് എന്ന് പറയുമ്പോൾ അള്ളാന്റെ അടുപ്പം അത് ബിഇൽമിഹി വഖുദറതിഹി വസുൽത്താനിഹി, അവന്റെ ഇൽമു കൊണ്ട്, അവന്റെ ഖുദറത്ത് കൊണ്ട്, അവന്റെ സുൽത്താൻ കൊണ്ട്, അവന്റെ ജീവനാടിയേക്കാളും അവനോട് അടുത്തവരാണ് എന്ന് പറയുമ്പോൾ അത് മനുഷ്യനെ ക്ഷണിക്കുന്നത്, മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഇലാ മുറാഖബത്തി ഖാലിഖിഹി, ഖാലിഖായ അള്ളാഹുവിനെ നിങ്ങൾ ശരിക്കും നിരീക്ഷിച്ചോളണം, ശരിക്കും നിങ്ങൾ മനസ്സിൽ വെച്ചോളണം സദാസമയവും എന്നുള്ളത്. അൽ മുത്തലിഉ, അവൻ അള്ളാഹു അൽ മുത്തലിഉ, കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇത്തലാ എന്ന് പറഞ്ഞാൽ എത്തി നോക്കി എന്നാണ് നേരെ വാക്കിന്റെ അർത്ഥം. ഫത്തലാ ഇലാ സവാഇൽ ജഹീം, ഖുർആനിൽ തന്നെ പറഞ്ഞു, അവൻ ജഹീമിന്റെ നടുവിലേക്ക് എത്തി നോക്കി. ഇത്തലാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മുകളിൽ നിന്ന് ഒരു കാര്യം കൃത്യമായി നോക്കി കാണുന്നതിനാണ് ഇത്തലാ എന്ന് പറയാം. ഒരു വിഷയത്തിൽ നല്ല അറിവുണ്ടെങ്കിൽ അവനതിൽ നല്ല ഇത്ലാഴുണ്ട് എന്നാ പറയാം. അവൻ ആ കാര്യം ശരിക്ക് നോക്കി കണ്ട് വായിച്ച് മനസ്സിലാക്കിയവനാണ്, അതിന് മുത്തലിഅ എന്നാ പറയാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തലിഅാണ്. അള്ളാഹു മുത്തലിഅാണ്. അലാ ളമീരിഹി, എന്താണ് അള്ളാഹു കൃത്യമായി നിരീക്ഷിച്ച് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? അലാ ളമീരിഹി, അവന്റെ മനസ്സാക്ഷി. ലമീർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ മനസ്സാക്ഷിക്കാണ് പറയാം. മനസ്സിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു സംഗതിയാണ് മനസ്സാക്ഷി. മനസ്സ് തന്നെയല്ല, അതിൽ നിന്നും വ്യത്യസ്തമാണ്. അതൊക്കെ ആ വാക്കുകൾ നമ്മൾ പറയാറുണ്ട്, എന്നാൽ ആശയത്തെ കുറിച്ച് ഒരു അവ്യക്തമായ ധാരണ ഉണ്ട്. ലമീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സാക്ഷിയാണ്. മനസ്സുള്ളവർക്ക് മനസ്സാക്ഷി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മനസ്സാണ് മനസ്സാക്ഷി എന്ന് പറയാൻ കഴിയില്ല. ആ മനസ്സുള്ളവർക്ക് ഉണ്ടാകുന്ന അവരുടെ ആ മനസ്സാക്ഷി കുത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ മനസ്സാക്ഷി, അതിനാണ് ലമീർ എന്ന് പറയാം. ബാത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ള്, അന്തരാളം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അവന്റെ അന്തരാളത്തെക്കുറിച്ച്, അവന്റെ മനസ്സിന്റെ ഭാവങ്ങളെക്കുറിച്ച്, മനസ്സാക്ഷിയെക്കുറിച്ച് എല്ലാം കൃത്യമായി നോക്കി അറിയുന്നവനാണ്, നോക്കി കാണുന്നവനാണ് അള്ളാഹു. അപ്പൊ അള്ളാഹ് ആരാണ്? അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്തലിഉ അലാ ളമീരിഹി, മനുഷ്യന്റെ മനസ്സാക്ഷി അത് നോക്കിക്കാണുന്നവനാണ്. വബാത്തിനിഹി, അവന്റെ അന്തരാളം നോക്കിക്കാണുന്നവനാണ്, അറിയുന്നവനാണ്. അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ മുത്തലിഉ അലാ ളമീരിഹി വബാത്തിനിഹി അൽ ഖരീബു മിൻഹു, മനുഷ്യനോട് അടുത്തവനാണ്. ഫീ ജമീഇ അഹ്വാലിഹി, അവന്റെ എല്ലാ അവസ്ഥകളിലും, അവന്റെ മുഴുവൻ അവസ്ഥകളിലും, മനുഷ്യന്റെ എല്ലാ തരം അവസ്ഥകളിലും അവൻ സ്വകാര്യമായി നടത്തുന്ന അവൻ സ്വകാര്യ ജീവിതം, നമ്മൾ പറയണ അവന്റെ പ്രൈവസി എന്ന് പറഞ്ഞ പ്രൈവസി അള്ളാഹ് അറിയും. അവന്റെ പൊതുജീവിതം അള്ളാഹ്ക്കറിയും. അവന്റെ വീട്ടിനകത്തെ കാര്യം അള്ളാഹ്ക്കറിയും. അവൻ വീട്ടിന് പുറത്തുള്ള അറിയും. അവൻ ഭാര്യനോട് എങ്ങനെയാണ്, മക്കളോട് എങ്ങനെയാണ്, നാട്ടുകാരോട് എങ്ങനെയാണ്, അവൻ തനിച്ചാകുന്ന സന്ദർഭത്തിൽ ആരും കാണാനില്ലാത്ത നേരത്തിൽ ഇവന്റെ സ്വഭാവം എന്താണ്, ഇതെല്ലാം അതാണ് ജമീഉ അഹ്വാലിഹി, അവന്റെ മുഴുവൻ സ്ഥിതിഗതികളിലും അവസ്ഥകളിലും അവസ്ഥാന്തരങ്ങളിലും അവനെ അറിയുന്നവനാണ്, അവനോട് അടുത്തവനാണ് അള്ളാഹു. പിന്നെ അതിനാൽ ഫയസ്തഹിയ മിൻഹു, സബബിയായ ഫ എന്നാണ് അതിന് പറയാം.
അൽഫാഉ ലിസ്സബബ്, അതിനാൽ, അക്കാരണത്താൽ. യസ്തഹിയ, അത് മൻസൂബായിട്ടാണ് വരിക ക്രിയ. അവൻ ലജ്ജ കാണിക്കണം. ആരോട് ലജ്ജ പുലർത്തണം? മിൻഹു മിനല്ലാഹി തബാറക വതആല, അള്ളാഹുവിൽ നിന്ന്, അള്ളാഹിന്റെ മുന്നിൽ ലജ്ജ കാണിക്കണം. അൻ യറാഹു, എന്തിന്? അള്ളാഹു അവനെ കാണുന്നതിന്. യറ എന്ന് പറയുന്ന യറ എന്നുള്ള ക്രിയന്റെ ഫാഇല് ലമീർ മുസ്തത്തിർ തഖ്ദീറുഹു ഹുവ യഊദു ഇലാ ഇസ്മിൽ ജലാല. അള്ളാഹു അവനെ കാണുന്നു. ഹു എന്നുള്ളത് മനുഷ്യനെ. അപ്പൊ യറ കാണുന്നു. ആര്? അവൻ. അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു കാണുന്നു. ഹു അവനെ, അഥവാ മനുഷ്യനെ. അള്ളാഹു മനുഷ്യനെ കാണുന്നതിൽ നിന്ന് ആ മനുഷ്യൻ ലജ്ജ പുലർത്തണം. എവിടെ കാണുന്നത്? ഹൈസു നഹാഹു, ഹൈസു ഒരിടത്ത്. ഹൈസു എന്നുള്ളത് മക്കാനിലേക്കാണ് പോവുക. ഹൈസു എന്ന് പറയുന്നത് മക്കാനിനെ സൂചിപ്പിക്കുന്ന അൽഫാദിൽപ്പെട്ടതാണ്, ദർഫാണ്. ഹദീസിൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഹൈസു യുനാദാ ബിഹിന്ന, നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് 5 നേരത്തെ നമസ്കാരം എന്നുള്ളത് അള്ളാഹ് നബിമാര് മുഖേന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സുനനുൽ ഹുദ, സാൻമാർഗിക ചര്യയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എവിടെ വെച്ചാണ് ഒരാൾക്ക് നിസ്കാരമാകുന്നത് എങ്കിൽ അയാളത് നമസ്കരിക്കട്ടെ. ഹൈസു യുനാദാ ബിഹിന്ന, ആ നമസ്കാരങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നിടത്ത് വെച്ച്. ഐഫിൽ മസാജിദ്, പള്ളികളിൽ നിന്നാണ് വിളി ഉണ്ടാകുക. ആ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം. ആ ഹൈസു എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്. ഹൈസുവിന് പല അർത്ഥമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിന്റെ ഏറ്റവും പ്രൈമറി മീനിങ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തെയാണ് സൂചിപ്പിക്കുക, മക്കാനാണ്. അപ്പൊ ഹൈസു ഒരിടത്ത്. നഹ അവൻ വിലക്കിയിട്ടുണ്ട്. നഹ യൻഹ എന്ന് പറഞ്ഞാൽ വിലക്കി. നഹന്റെ ഫാഇല് ദമീർ മുസ്തത്തിർ യഊദു ഇലാ ലഫ്ദിൽ ജലാല. അപ്പൊ അള്ളാഹു വിലക്കിയിട്ടുണ്ട്. ഹു അവനെ. അവനെ എന്ന് പറഞ്ഞാൽ അല്ലമീർ ഹു, ആ മഫ്ഊലു ബിഹി ആയ ലമീർ ഹു മടങ്ങുന്നത് ഇലൽ ഇൻസാൻ, മനുഷ്യനെ അള്ളാഹു വിലക്കിയിട്ടുള്ള ഒരു സ്ഥാനത്ത് അവനെ കാണുന്നത് മനുഷ്യൻ എന്ത് ചെയ്യണം? ലജ്ജിക്കണം അള്ളാഹിനോട്. അതുകൊണ്ട് തന്നെ ഒരു വേണ്ടാത്ത ഇടത്തേക്ക് പോകുകയാണെങ്കിൽ അത് അള്ളാഹ് കാണും. അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ മുത്തലിഉ അലാ ളമീരിഹി വ ബാത്തിനിഹി അൽ ഖരീബു മിൻഹു ഫീ ജമീഇ അഹ്വാലിഹി. അതുകൊണ്ട് തന്നെ അവൻ യംബഗി അൻ യസ്തഹിയ മിനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അവന് ലജ്ജ കാണിക്കണം. എങ്ങനെയാണ് ലജ്ജ കാണിക്കേണ്ടത്? ഒന്ന്, അള്ളാഹ് വിലക്കിയെടുത്ത് ഞാൻ ഉണ്ടാകരുത്, വിലക്കിയെടുത്ത് അള്ളാഹ് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞോടത്ത് ഞാൻ പോയതായിട്ട് അള്ളാഹ് കാണാൻ ഇടവരരുത്. ഔ യഫ്ഖിദഹു, അല്ലെങ്കിൽ അള്ളാഹു അവനെ നോക്കിയാൽ കാണാതായി പോകരുത്. ഫഖദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുക. ഫഖദ മുളാരിഉഹു യഫ്ഖിദു. ഫഖദ നഷ്ടപ്പെടുക. മഫ്ഖൂദ് പറഞ്ഞ മിസ്സാവണീനാണ് പറയാ, മിസ്സാവുക. നമ്മളെ ഇന്നെന്ത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നുള്ളതിന് മഫ്ഖൂദ്, അഷ്യാ മഫ്ഖൂദ, നഷ്ടപ്പെട്ടതിന് ലോസ്റ്റ് എന്നുള്ളതിന് മഫ്ഖൂദ് എന്നാണ് പറയാ. അതല്ല അത് ഖദ് എന്നുള്ള ചെറിയ, അവിടെ ഫ വേറെ വാക്കും ഖദ് വേറെ വാക്കുമാണ്. ഇവിടെ ഫഖദ എന്നുള്ളത് 3 ഒറ്റ ഒരു ക്രിയന്റെ വാക്കാണ്. ഫാഉൽ ഫിഅലി, ഐനുൽ ഫിഅലി, ലാമുൽ ഫിഅലി. ഫഖദ യഫ്ഖിദു. മഫ്ഖൂദ് എല്ലായിടത്തും എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ മസ്ജിദുൽ ഹറാമിൽ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു കൗണ്ടറിനുണ്ട്, അത് നഷ്ടപ്പെട്ട സാധനം അവിടെ ചോദിച്ചാൽ മതി, മഫ്ഖൂദ്. അതേമാതിരി ഒരു യുദ്ധ കാര്യമൊക്കെ കഴിഞ്ഞാൽ അതിൽ ആളുകളെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അൽ മഫ്ഖൂദൂൻ, അൽ മഫ്ഖൂദീൻ, ഇതാണ് പറയാ മഫ്ഖൂദ്, മിസ്സായ ആളുകൾ. അപ്പൊ ഔ യഫ്ഖിദഹു, അല്ലെങ്കിൽ അള്ളാഹു അവനെ നഷ്ടപ്പെട്ടു പോകരുത്, കാണാതായി പോകരുത്. ഹു അവനെ. ഹൈസു അമറഹു, അള്ളാഹു ഇന്നോടത്തുണ്ടാകണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവനെ കാണാതായി പോകരുത്. അത് ഈ കാര്യത്തിൽ അവൻ അള്ളാഹിനോട് ലജ്ജ പുലർത്തണം. അതിലൊരു ലേശം ഉളുപ്പ് മനുഷ്യൻ കാണിക്കണം. അള്ളാഹ് വിലക്കിയെടുത്ത് എന്റെ സാന്നിധ്യം ഉണ്ടാവരുത്.
അള്ള ഉണ്ടാവണമെന്ന് പറഞ്ഞോടത്ത് 5 നേരം പള്ളി കാണുമെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ മിസ്സാവരുത്. അള്ള എന്റെ അടുത്ത് ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ എന്റെ സാന്നിധ്യം ഉണ്ടാവരുത്. അങ്ങനെ അള്ളാന്റെ മുറാഖബത്ത് നടത്തണം. അതിൽ വീഴ്ച പറ്റിയാൽ പിന്നെ അള്ളാനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. അതിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം? അള്ളാനോട് ഒരു ഉളുപ്പ്, ഒരു ലജ്ജ അവൻ കാണിച്ചേ പറ്റൂ. ഫയസ്തഹിയ മിൻഹു, അവൻ ഹയാ കാണിക്കണം. മിൻഹു മിനല്ലാഹി, മിൻ ഖാലിഖിഹി, അള്ളാഹുവിനോട് അവൻ ഹയാ കാണിക്കണം. ഏത് രൂപത്തിലാണ് ഹയാ കാണിക്കേണ്ടത്? അൻ യറാഹു, അള്ളാഹു അവനെ കാണുന്നതിന്. എവിടെ? ഹൈസു നഹാഹു, വിലക്കിയ സ്ഥലത്ത്. ഔ യഫ്ഖിദഹു, അല്ലെങ്കിൽ അള്ളാഹു അവനെ കാണാതിരിക്കുന്നത്. ഹൈസു അമറഹു, അവൻ കൽപ്പിച്ചെടുത്ത്. അല്ല കൽപ്പിച്ചെടുത്തോ അവനോട് കാണാനുമില്ല, വിലക്കെടുത്തോൻ ഉണ്ടേനും. ഇതുണ്ടാവരുത്. ഈ അവസ്ഥ അവൻ സൂക്ഷിക്കണം. വകദാലിക്, അതേ പ്രകാരം. യംബഗീ ലഹു, അവന് ഭൂഷണമാണ്, അല്ലെങ്കിൽ അവന് കരണീയമാണ്, അവന് അത്യാവശ്യമാണ്. ഭൂഷണാണ് എന്ന് പറഞ്ഞ പോലെ യംബഗീ ലഹു, അവന് ആവശ്യമാണ്. എന്താണ് യംബഗീ എന്നുള്ളതിന്റെ ഫാളില് ഇനി പറയുന്ന വാചകാണ്. അൻ യജ്അലൽ മലായികത്തൽ കിറാം, അവൻ ആക്കണം. അൻ യജ്അല, ഈ മനുഷ്യൻ ആക്കണം. ആരെ? അൽ മലായിക, അള്ളാന്റെ മലക്കുകളെ. അൽ കിറാം, മാന്യന്മാരായിട്ടുള്ള, കരീം കിറാം, മാന്യരായിട്ടുള്ള മലക്കുകളെ അവൻ വെക്കണം, അവൻ നിശ്ചയിക്കണം, അവൻ ആക്കണം. ഏത് മലക്കുകളാണ്? അൽ കാതിബീന മിൻഹു, അൽ കാതിബീന, രേഖപ്പെടുത്തുന്ന മലക്കുകൾ. മിൻഹു, അവനിൽ നിന്ന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. മിൻ ഹസനാത്ത് വ സയ്യിആത്ത്, അവനിൽ നിന്നുണ്ടാകുന്ന എല്ലാ തരം പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകളെ അവനാക്കണം. അലാ ബാലിൻ, എപ്പോഴും അവന്റെ ബാലിലാക്കണം. ബാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയം, അവന്റെ മനസ്സിൽ. അവരെ കുറിച്ച് എപ്പോഴും മനസ്സിൽ വേണം. ഇത് മലക്കുകൾ ഇത് എഴുതുന്നുണ്ട്, മലക്കുകൾ ഇത് കാണുന്നുണ്ട്, അവരിത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നത് അവന്റെ മനസ്സിൽ വേണം. ബാല് ഹൃദയം എന്നാണ്, ഉറുദുവില് മുടി എന്നാണ്, പക്ഷെ അറബിയിൽ ബാല് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്. ഹാലാണ് അവസ്ഥ. ഹാലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്, എന്റെ മാനസികാവസ്ഥ, എന്റെ മനസ്സെന്താണ് എന്നാണ് ആ ബാലിന്റെ അർത്ഥം. അങ്ങനെ അവരതിന്റെ കൂടെ ചിലപ്പോ പറയും. പക്ഷെ അത് ബാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുദ്ബാലക്, ഇത് നിന്റെ മനസ്സിൽ വെച്ചു. ദിർബാലക്, അങ്ങനെയുള്ള അർത്ഥമാണ് അത് പറയാം. നമാബാലു സാഹിബക്കും, അവന്റെ ബാലെന്താണ് അവസ്ഥ എന്ന് നമ്മള് മലയാളത്തിൽ പറയാണ്. അവന്റെ ഇപ്പത്തെ മനോഭാവം എന്താണ് എന്നാണ്. ഓന്റെ ഇപ്പത്തെ സ്ഥിതി എന്താണ്? സ്ഥിതി പറഞ്ഞാൽ ആ സ്ഥിതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലേക്കും ആണ്. ഹാലിനേക്കാളും കുറച്ചും കൂടി ടച്ചിങ് ആണ്, കുറച്ചും കൂടി ഉള്ളിലേക്ക് എത്തുന്ന കാര്യമാണ് ബാല്. മാബാലു അഖ്വാമിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോടുള്ള മനോഭാവം എന്താണ് എന്നാണ്. ഏതൊരു അതന്നെ അത്. അതുകൊണ്ട് തന്നെ മലായിക്ക, ആ മലക്കുകളെ കുറിച്ച് പറഞ്ഞു. അൽ കിറാം, അവരെന്ന് പറഞ്ഞാൽ അൽ കാതിബീന മിൻഹു, അവനിൽ നിന്നുണ്ടാകുന്ന ഹസനാത്ത് വ സയ്യാത്ത്, അത് രേഖപ്പെടുത്തുന്ന ആ മലക്കുകൾ, ആ മാന്യരായ മലക്കുകളെ അവൻ വെക്കേണ്ടത്, അവൻ നിശ്ചയിക്കേണ്ടത് അലാബാൽ, എപ്പോഴും അവന്റെ മനസ്സിലാണ്. അവരെന്റെ കൂടെ ഉണ്ടല്ലോ, അവർ കാണില്ലേ ഞാൻ ഈ ചെയ്യുന്നത്. ഞാനൊരു കള്ളത്തരം ഒരുത്തനോട് പറയുമ്പോ ഒരു പടപ്പ് സാധാരണ എന്റെ കൂടെയുള്ള ഒരു മനുഷ്യനെ പറ്റിക്കാൻ പറ്റിയിരിക്കും. പക്ഷെ ഇത് കളവാണ് എന്നുള്ളത് ഇത് എഴുതുന്ന 2 മലക്കുകളില്ലേ, മാന്യന്മാരായ മലക്കുകള്, അവരിത് കേൾക്കില്ലേ, അവർക്കിത് അറിയില്ലേ. അതിനാൽ ഫയുജില്ലഹും വയുവഖ്തിറഹും, അവൻ അവരോട് ഒരു ബഹുമാനം കാണിക്കണം, അവർക്ക് ഒരു ആദരവ് കൽപ്പിക്കണം. അജല്ല യുജില്ലു എന്ന് പറഞ്ഞാൽ ഒരു മഹത്വം കൽപ്പിക്കണം. ആ മലക്കുകൾ മാന്യന്മാരാണ്, അതുകൊണ്ട് അവരോടൊരു ബഹുമാനവും അവരോടൊരു വഖാറ് ആദരവും കാണിക്കണം. ഫയുജില്ലഹും വയുവഖ്തിറഹും, അതിനാൽ മലക്കുകളെ കുറിച്ച് എപ്പോഴും മനസ്സിൽ അവർക്കൊരു സ്ഥാനം കൊടുക്കണം, അവരെ കുറിച്ചുള്ളൊരു ഓർമ്മ വേണം. അവരിത് എഴുതുന്നുണ്ട് എന്നുള്ള ഒരു വിഷയം അവന്റെ മനസ്സിലുണ്ടാകണം. അതുണ്ടാകുമ്പോൾ ഫയുജില്ലഹും വയുവഖ്തിറഹും, അവരെ കുറിച്ചിട്ട് ഒരു ആദരവും ബഹുമാനവും അവർ കാണിക്കണം. വയഹ്ദറ, അതുപോലെ തന്നെ യംബഗി അൻ യജ്അല, ആ അൻ യജ്അല അതുമലേക്കാണ് അത്ഫ്. വയഹ്ദറ, അതുകൊണ്ട് തന്നെ മുവാരിക്ക് നസ്ബ് കൊടുത്ത് വായിക്കണം. ആ അന്നന്റെ ഇഫക്റ്റ് ഇങ്ങോട്ടും വരും. അൻ യജ്അലൽ മലായികത്തൽ കിറാമൽ കാതിബീന മിൻഹു അലാ ബാൽ ഫയുജില്ലഹും വയുവഖ്തിറഹും. അതിന് പിന്നെ നസ്ബ് കിട്ടുന്നത് വേറെ കാരണം കൊണ്ടാണ്.
പിന്നെ വയഹ്ദറ എന്ന് പറഞ്ഞ അയ്യജാലിലേക്ക് തഫീദതുകൊണ്ട് വയഹ്ദറ, അതുപോലെ അവൻ സൂക്ഷ്മത പുലർത്തണം, ജാഗ്രത പുലർത്തണം. അയ്യഫാല, അവൻ ചെയ്തു പോകുന്നത്, ഔ യഖൂല, അല്ലെങ്കിൽ പറഞ്ഞു പോകുന്നത്, മാ യുക്തബു അൻഹു, അവൻ പറയുന്നത് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ആ പ്രവൃത്തിയെ കുറിച്ച് അവനൊരു ജാഗ്രത വേണം. അത് മാ യാതൊന്നാണ് യുക്തബു അൻഹു, അവനെ കുറിച്ച് രേഖപ്പെടുത്താൻ പോകുന്ന കാര്യമാണ്. അപ്പൊ അവനെ കുറിച്ച് രേഖപ്പെടുത്താൻ പോകുന്നതായ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അതിനെക്കുറിച്ച് അവനൊരു ചെറിയ ജാഗ്രത വേണം. അത് മിമ്മാ ലാ യുർളി റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീൻ, ലോകരുടെ റബ്ബായ അല്ലാഹു, അവനെ തൃപ്തിപ്പെടുത്താത്ത, അവന് തൃപ്തി വരാത്ത, അവന് അതൃപ്തി ഉണ്ടാകുന്ന ഒരു അതിൽപ്പെട്ട ഒന്ന് അവനിൽ നിന്ന് എഴുതപ്പെടുന്നത്, ആ വാക്കോ പ്രവൃത്തിയോ വന്നു ചേരുന്നത് അവൻ ജാഗ്രത പുലർത്തണം. അപ്പോ ആ വാചകം മുഴുവനായി. കൃത്യാശയം കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ വായിച്ചു. ഞാൻ ഒന്നും കൂടി വായിക്കാം. അതൊന്നോ, യുഖ്ബിറു തആല അന്നഹുൽ മുതഫർരിദു ബിഖൽഖി ജിൻസിൽ ഇൻസാൻ ദുകൂരിഹിം വ ഇനാഥിഹിം وأنه يعلم أحواله وما يسره ويوسوس في صدره وأنه أقرب إليه من حبل الوريد الذي هو أقرب شيء إلى الإنسان وهو العرق المكتنف لثغرة النحر وهذا مما يدعو الإنسان إلى مراقبة خالقه المطلع على ضميره وباطنه القريب منه في جميع أحواله فيستحي منه أن يراه حيث نهاه أو يفقده حيث أمره وكذلك ينبغي له أن يجعل الملائكة الكرام الكاتبين منه على بال فيجلهم ويوقرهم ويحذر أن يفعل أو يقول ما يكتب عنه مما لا يرضي رب العالمين. نحن الله അതിനെ കുറിച്ച് ചോദ്യമില്ല. അള്ള പറഞ്ഞാൽ കേൾക്കുക, ആമന്ന സമേന. അള്ള രണ്ട് അധികം ബഹുവചനത്തിനാണ് അള്ള പ്രയോഗിക്കുക. അത് എന്താണ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിനെ അത്രയും സംപൂജ്യമായ സ്ഥാനത്താകുമ്പോഴാണ് അങ്ങനെ പറയാം. അള്ള ആരാധ്യനാണ്, അത്രയും ആഴമായ സ്ഥാനത്തായതുകൊണ്ട് അള്ള അങ്ങനെ പറയും. അതിന് സാധാരണ മലയാളത്തിൽ ഗ്രാമറിൽ അതിന് പറയാം പൂജക ബഹുവചനം എന്നാ പറയാം. എണ്ണം കൂടിയതുകൊണ്ടല്ല, അതിന്റെ സ്ഥാനം കൂടിയതുകൊണ്ട് പൂജക ബഹുവചനം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.